ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. വീണ്ടും ഒരു മഴക്കാലവും ജൂൺ മാസവും കടന്നു വന്നു. പൊതുവെ ജൂൺ മാസം അധ്യയന വർഷത്തിൻ്റെ ആരംഭമൊക്കെയാണ്. മഴയ്ക്കൊപ്പം കുട്ടികളെല്ലാവരും പുതിയ പ്രതീക്ഷയോടുകൂടി വിദ്യാലയത്തിലേക്ക് എത്തുന്നൊരു കാലമാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ ജൂൺ മാസവും കടന്നു പോകും. മഴക്കാലം അതും കടന്നു പോകാൻ പാകത്തിന് മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പങ്ക്തികളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലുള്ള ചോക്കുപൊടി എന്നും മധുരച്ചൂരൽ എന്നുമാണ് ഇടതുവശത്തെയും വലതുവശത്തെയും പേജുകളിൽ സ്ഥിരമായി എത്താറുള്ള രണ്ട് പങ്ക്തികൾ. ചോക്കുപൊടി ആവട്ടെ അധ്യാപകരുടെ സ്മരണകളാണ്. തങ്ങളുടെ ആ അധ്യയന കാലത്തെ ചില വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഓർമ്മയാണ് ചോക്കുപൊടി. മധുരച്ചൂരൽ എന്ന പങ്ക്തി ആവട്ടെ വിദ്യാർത്ഥികളൊക്കെ വലുതായതിനു ശേഷം അവർ എപ്പോഴൊക്കെയോ ഓർമ്മയിൽ തങ്ങി സൂക്ഷിക്കുന്ന ഗുരുനാഥന്മാരെ ഓർക്കുന്നതാണ്. ഈ രണ്ട് പങ്ക്തികളും ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്, ചോക്കുപൊടിയും മധുരച്ചൂരലും. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു. കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ്, ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ കുറച്ചും കൂടി പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ ആനയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. കുറച്ചുകൂടി ചില പുതിയ സാധ്യതകൾ ഇവരുടെ ജീവിതത്തിലുണ്ടെന്ന് ആ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം ലഭിച്ചവരാണ് ഭൂമിയിലെ മുഴുവൻ അധ്യാപകർ, ഭൂമിയിലെ മുഴുവൻ മാതാപിതാക്കൾ, ഭൂമിയിലെ മുഴുവൻ മുതിർന്നവരായ ആളുകൾ. എല്ലാ അർത്ഥത്തിലും സമ്മതിച്ചു തരേണ്ടി വരും. ഇവരെല്ലാവരും അധ്യാപകരാണ്. ആ ക്ലാസ് മുറികളിൽ വന്ന് ആ സിലബസ് അനുസരിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ മാത്രമല്ല അധ്യാപകരായിട്ട് നാം കാണേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ ഒരു നിഴല് പോലും നമ്മളെ ഒരർത്ഥത്തിൽ എന്തെല്ലാമോ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടും ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒ വി വിജയൻ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ ഗുരുസാഗരം എന്ന നോവലിൽ പറഞ്ഞതുപോലെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്നെ എന്തെല്ലാമോ പഠിപ്പിക്കുവാനായിട്ട്, എന്തെല്ലാമോ പുതിയ അറിവിൻ്റെ ദിശ ബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടോ കൈ ചൂണ്ടി കാണിച്ചു തരാനായിട്ടോ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ, അധ്യാപകർ, കുഞ്ഞുങ്ങളടങ്ങിയ ആ ഒരു ചെറിയ അറിവിൻ്റെ കുടുംബത്തിൻ്റെ ആ കുഞ്ഞു മുറിയെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഒരു ജൂൺ മാസക്കാലത്ത് എന്തെല്ലാം സാധ്യതകളുണ്ട് ഒരു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ യേശു ഒരിക്കൽ പറഞ്ഞത് ആ നല്ല തിരുവചനം, ആ കുഞ്ഞുങ്ങളെ തടയരുത്. മുതിർന്നവരായ ആളുകളോട് യേശു പറഞ്ഞതാണ്, അവരെ എൻ്റെ അടുക്കിലേക്ക് വിടുവിൻ, അവരെ നിങ്ങൾ തടയരുത്. യേശു എന്ന് പറയുന്ന ആ ഒരു അറിവിലേക്കോ സ്നേഹാനുഭവത്തിലേക്കോ കുഞ്ഞുങ്ങളെ എത്തിക്കാതെ നമ്മൾ അവരെ ഇക്കാലത്ത് എവിടെയെല്ലാമാണ് എത്തിക്കുന്നത്? ഒരു ഏപ്രിൽ മാസം മുതൽ അല്ലെങ്കിൽ ഒരു മെയ് മാസം മുഴുവനും തന്നെ അവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട, അവരുടെ തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ, അലച്ചിലുകളിൽ, പരക്കം പാച്ചിലുകളൊക്കെയാണ് ഭൂരിപക്ഷം മാതാപിതാക്കളും. എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മക്കളെക്കുറിച്ച്, അവരെത്തേണ്ട ഇടത്തെക്കുറിച്ച്, ആ ഇടത്തെത്തിയതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച്. അത്തരമൊരു നല്ല ജീവിതത്തിൽ അവരെത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സ്വസ്ഥതയും അതിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സുഖവും സ്വസ്ഥതയെക്കുറിച്ചൊക്കെയുള്ള സുഖകരമായ ഒരു സ്വപ്നം കാണലുണ്ട് മാതാപിതാക്കൾക്ക്. കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു സങ്കടം എന്തെന്ന് ചോദിച്ചാൽ അവനവൻ്റെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് കുറേ കൂടി ഒരു ബോധവും ബോധ്യവും ഭൂമിയിലെ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക് അവരോടൊപ്പം കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അവർക്കത് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് കൂടി നാം പരിശ്രമിക്കേണ്ടതാണ്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് രണ്ട് മനോഹരമായ കഥകളുണ്ടല്ലോ. ഒന്ന്, എന്താ പറയുക, മണവാളനെ എതിരേൽപ്പാനായിട്ട് വിളക്കൊക്കെ കൊളുത്തി എതിരേൽപ്പിൽ നിൽപ്പാനായിട്ട് വിളിക്കപ്പെട്ട കന്യകമാരെക്കുറിച്ചുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേതാവട്ടെ താലന്തിൻ്റെ ഉപമയെന്നാണ് നാം അതിനെ വിശേഷിപ്പിക്കുക. ഇത്ര മനോഹരമായൊരു കഥയാണ്.
യേശു പറഞ്ഞ കഥകളിൽ വളരെ മനോഹരവും അർത്ഥവത്തായ ഒരു കഥയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ചില സാധ്യതകളുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അത്തരം ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനും അത് തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും പാകത്തിന് അവരെ പരുവപ്പെടുത്തിയെടുക്കുവാനും അവരെ സന്നദ്ധരാക്കുവാനുമായിട്ടുള്ള ഒരു പരിശ്രമം കൂടി ഇനി നമ്മൾ അധ്യാപകരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ട്. മാതാപിതാക്കളെന്ന നിലയിൽ അവരുടെ പരിചരണം ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം മാനസികവും ശാരീരികവും ബൗദ്ധികവും ഒക്കെ ആയ ഒരു വളർച്ചയും വികാസവും ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. വെറും ഒരു ചോദ്യം ചോദിച്ചാൽ സങ്കടപ്പെടും ഭൂരിപക്ഷം മാതാപിതാക്കൾ. എന്തുമാത്രം യേശു വെളിച്ചത്തെ അവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു എന്നെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കുന്നില്ല എന്ന് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നു. ആ യേശുവിനെ തിരിച്ചറിയുവാൻ പാകത്തിന്, ആ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകാൻ പാകത്തിന് കുഞ്ഞുങ്ങളെ ഒന്ന് പരുവപ്പെടുത്താതെ നമ്മൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ നയിക്കുന്നത്? ഒരു അധ്യയന വർഷം കുറേ കൂടി മനോഹരമാക്കാനായിട്ട് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം മതിയോ? ഒരുപാട് സാധ്യതകൾ എല്ലാവരുടെയും ഉള്ളിലുള്ളപ്പോൾ അതിനനുസരിച്ച് അവരെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നമ്മളൊന്ന് പരിശ്രമിക്കണ്ടേ? ഒരവസരമേ ഉള്ളൂ അത്രേ ജീവിതം എന്ന് പറയുന്നത്. അതിങ്ങനെ വീണ്ടും ഒന്ന് ആരംഭത്തിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും ഒന്നുകൂടി ഒഴുകിത്തുടങ്ങുവാനായിട്ടൊരു പുഴ ആഗ്രഹിച്ചാൽ ശ്രീ രാധാകൃഷ്ണൻ സാർ ഇങ്ങനെ എഴുതിയതുപോലെ ഒരിക്കലും ആ പുഴയ്ക്ക് അങ്ങനെ തിരികെ പോകാനോ അതിൻ്റെ ഉറവയിൽ നിന്ന് വീണ്ടും ഒന്നുകൂടി നേരാവണ്ണം ഒഴുകിത്തുടങ്ങുവാനോ എത്തേണ്ട ഇടങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാമെന്നോ ആഗ്രഹിച്ചിട്ടോ വിചാരിച്ചിട്ടോ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ ഒന്ന് ഓർക്കാം, ഒരു ക്ലാസ് മുറി എന്ത് വേഗമാണ് ഒരു തടവറയായിട്ട് മാറുന്നത്. ആ തടവറയിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല അധ്യാപകരും പെട്ടുപോകുന്നില്ലേ? ആ ക്ലാസ് മുറി എന്ന തടവറയിൽ നിന്ന്, ആ തടവറയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ അവരെ ഒന്ന് ഒരു സ്വസ്ഥതയിലേക്കോ ആശ്വാസത്തിൻ്റെ ഇടത്തിലേക്കോ ഒക്കെ എത്തിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? ദൈവം ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പൻ എന്ന സ്ഥാനമെന്നും അമ്മ എന്ന ആ വലിയ പദവിയെന്നും അധ്യാപകരെയും ഗുരുക്കന്മാരെന്ന് പറയുന്ന ആ ഒരു സ്ഥാനമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് ലഭിച്ച ഒപ്പം കിട്ടിയ കുഞ്ഞുങ്ങളെ പ്രകാശത്തിൻ്റെ പ്രചോദനത്തിൻ്റെയൊക്കെ ഒരു പുതിയ ലോകത്തിലേക്ക് ആനയിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. അപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ആ താലന്തുകളെക്കുറിച്ചുള്ള കഥയിൽ യജമാനൻ ദൂരസ്ഥലത്തേക്ക് യാത്രയാകുമ്പോൾ തൻ്റെ ദാസന്മാരെ എല്ലാം വിളിച്ച് താലന്തുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1 എന്നൊക്കെ പറഞ്ഞാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ദീർഘകാലം കഴിഞ്ഞ് മടങ്ങി വരുന്ന യജമാനന് ഓരോ ദാസന്മാരെയും വിളിച്ചിട്ട് തങ്ങളെ ഏൽപ്പിച്ച താലന്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കണക്കെടുപ്പിൻ്റെ ഒരു കാലയളവ്. പലരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇത്തരം ഒരു കണക്കെടുപ്പുണ്ടെന്നുള്ള ഒരു വിചാരമേ ഇല്ലാതെയാണ് ജീവിച്ചു പോകുന്നത്. ആരോടും ഒരു വിധേയത്വമില്ല, ഉത്തരവാദിത്വമില്ല, ആരും ആരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുമില്ല. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ആദിമ മാതാപിതാക്കളുടെ മൂത്ത മകൻ ചോദിച്ച ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനകത്ത് വലിയൊരു നിലപാടുണ്ടായിരുന്നു. കായേൻ്റെ ആ ചോദ്യമുണ്ടല്ലോ ദൈവത്തോട്, കായേനെ നിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അനുജനായ ഹാബെൽ എവിടെ എന്നുള്ള ദൈവത്തിൻ്റെ ഉറച്ച ചോദ്യവും സ്വരവും കേട്ടപ്പോൾ കായേൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ? അതിൻ്റെ അർത്ഥം കായൻ്റെ നിലപാട് കായൻ വ്യക്തമാക്കുകയാണ്, ഞാൻ അവൻ്റെ കാവൽക്കാരനല്ല, അവൻ്റെതെന്നല്ല, ആരുടെയും കാവൽക്കാരനല്ല. എനിക്ക് അത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് താല്പര്യമില്ല. അതിന് വലിയൊരു അപകടത്തിൻ്റെ അർത്ഥം കൂടിയുണ്ട്. ഞാൻ എൻ്റെ പോലും കാവൽക്കാരനല്ല, എനിക്ക് എൻ്റെ മീതെയും വലിയ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയും എൻ്റെ ജീവിതത്തെ എനിക്ക് നാശത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം ഒരു തിരിച്ചറിവ് കിട്ടാതെ പോകുന്ന തലമുറ നമുക്കിടെ രൂപപ്പെടുന്നു. സ്നേഹമോ കരുണയോ ആർദ്രതയോ പ്രാർത്ഥനയോ ആത്മീയതയോ ദേവാലയത്തിൻ്റെ പരിസരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരാത്ത വിധത്തിലേക്ക് നമ്മളേതോ വിജനമായ അന്ധകാരം നിറഞ്ഞ ഇടത്തേക്ക് ജീവിതത്തെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു മാറ്റമുണ്ടാവണം.
ആ ഒരു അധ്യയന വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ നമുക്ക് ലഭിച്ച താലന്തുകളെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ അത് വലിയ കഴിവുകളാണ്. എന്താ പറയുക, അധിക കഴിവുകളും ശേഷികളും പ്രാഗൽഭ്യങ്ങളുമാണെന്നുള്ള ധാരണ പോലും നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. ലഭിച്ചിരിക്കുന്ന ആയുസ് തന്നെ, ലഭിച്ചിരിക്കുന്ന പരിമിതമായ ആരോഗ്യം തന്നെ എനിക്ക് തോന്നുന്നു കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ താലന്താണ്. അത് ഉടയവന് സ്നേഹത്തോടും വിശ്വാസത്തിൻ്റെ വിചാരത്തോടും കൂടി എന്നെ ഏൽപ്പിച്ചതാണ്. അത് നന്നായിട്ട് വിനിയോഗിക്കുമെന്ന്, അത് അവനവനും മറ്റുള്ളവർക്കും ജീവിക്കുന്ന പ്രപഞ്ചത്തിനും പരിസരത്തിനും ഒക്കെ പരമാവധി പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ വിനിമയം ചെയ്യുമെന്നുള്ള ഉറപ്പിൽ, ഒരു സ്നേഹത്തിൻ്റെ ഉറപ്പിൽ ദൈവം ഏൽപ്പിച്ചതാണ്, ഉടയവൻ ഏൽപ്പിച്ചതാണ്. ആ ധാരണ പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ജീവിക്കുന്നത് കഷ്ടമല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ, പ്രതിബദ്ധതയില്ലാതെ, പരിസരത്തെക്കുറിച്ച് ധാരണയില്ലാതെ, സമൂഹമെന്നൊരു തോന്നലില്ലാതെ, പ്രപഞ്ചം ഉണ്ടെന്നുള്ള ഒരു വിചാരമില്ലാതെ എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതിനൊരു മാറ്റമുണ്ടാകാനായിട്ട് ഭൂമിയിലെ മാതാപിതാക്കൾ, അധ്യാപകർ അവരുടെ കരങ്ങളിലൂടെ വാർത്തെടുക്കുവാനായിട്ട് വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. തമ്പുരാൻ തന്ന ആ 5 നാണയങ്ങളെ, തമ്പുരാൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ച 2 നാണയങ്ങളെ, ആ ഒരു നാണയത്തെയൊക്കെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു കണക്കെടുപ്പിൻ്റെ അവസരത്തിൽ ഞാനിങ്ങനെ കുനിഞ്ഞ ശിരസ്സുമായിട്ട് നിൽക്കേണ്ടി വരുമോ? ഒരു ജേതാവിൻ്റെ ഭാവങ്ങളോടുകൂടി ഞാൻ നേടിയവനാണെന്ന് വിളിച്ചു പറഞ്ഞ് നിൽക്കണമെന്നല്ല. എന്നാൽ പോലും എന്ത് നേടി? ഈ കാലത്തെ ജീവിതം കൊണ്ട് നാം ഓരോരുത്തരും എന്ത് സമ്പാദിച്ചു? ഭൗതികമായ വിഭവങ്ങളെക്കുറിച്ചല്ല, ഒരാത്മീയമായ വിചാരത്തിലേക്ക് കടക്കുമ്പോൾ ശൂന്യമായ ഹൃദയമാണ് എല്ലാവരുടെയും. ഭാണ്ഡം നിറയെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമായി നമ്മളിങ്ങനെ ആഡംബരത്തോടെ, എന്താ പറയുക, ധൂർത്തോടു കൂടി ജീവിച്ചു. ചില നിർണായക നേരങ്ങളിലെത്തുമ്പോൾ, ചില വലിയ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലോ സിംഹാസനത്തിൻ്റെ മുമ്പിലോ എത്തുമ്പോൾ നമ്മൾ എന്തൊരു ധാർഷ്ട്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ ഭാണ്ഡം തുറക്കാനായിട്ട് മുതിരുന്നത്. തുറന്നു കഴിയുമ്പോഴാവട്ടെ ചപ്പും ചവറും അല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു ഭാണ്ഡവുമായിട്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. വല്ലാത്തൊരു തിരിച്ചറിവായിരിക്കും കേട്ടോ. ഓരോ വ്യക്തിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അത് വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ദുഷ്ടനുമാണെന്ന് നീ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ 3ാമത്തെ ദാസൻ്റെ ആരോപണങ്ങളായിരുന്നു ഇതെല്ലാം, അല്ലേ? അങ്ങ് വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത ഇടത്ത് നിന്ന് ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുഷ്ടനായ യജമാനനാണെന്ന്, ഒരു ദുഷ്ടനായ ഉടയവനാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാനിത് കുഴിച്ചിട്ടു. ഓരോരുത്തരും ആ തമ്പുരാൻ ഏൽപ്പിക്കുന്ന ആ സാധ്യതകളെ എത്രമാത്രം ബുദ്ധിശൂന്യതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണ്ടേ? കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നതിനേക്കാളും അപ്പുറത്ത് വിദ്യാഭ്യാസം കൊണ്ട്, ഉള്ള വിഭവങ്ങൾ കൊണ്ട് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞാൽ നമ്മുടെ നിറയെയുള്ള പരിമിതികൾക്കകത്ത് നമുക്ക് എന്തുമാത്രം സാധ്യതകളോ ഉണ്ടെന്ന്, എന്തുമാത്രം സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, പ്രകാശത്തോടുകൂടി ജീവിക്കാനാകുമെന്നുള്ള ഒരു കണ്ടെത്തൽ, അതിനുള്ളൊരു അവസരമാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ അധ്യാപകരുണ്ട് ഈ ഭൂമിയിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ മധുരച്ചൂരിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ അത്തരം കുട്ടികളുണ്ടായിരുന്നുവെന്ന് ശരിക്കും പറഞ്ഞ ചോക്കുപൊടി എന്ന പങ്ക്തി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കും കണ്ടെത്താനായിട്ട് പറ്റും. ആ സാധ്യതകളെ ഒന്നും കൂടി വിപുലപ്പെടുത്താനായിട്ട്, അതിനൊരു കുറച്ചും കൂടി ഒരു വികാസം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് യേശുവുമായിട്ടുള്ള ആത്മബന്ധത്തെ ഓരോ ദിനവും കുറേ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ട്, കുറേ കൂടി ആത്മാർത്ഥതയുള്ളതാക്കാനായിട്ട്. പൊതുവെ ആത്മീയത ഇന്ന് പുറത്തണിയാനുള്ള ഒരു വസ്ത്രമായിട്ട് മാത്രം, അതും പുറത്തണിയാനുള്ള ഏറ്റവും പുറമേ ധരിക്കുന്ന പുറംകുപ്പായം പോലെ മാത്രം മാറുകയാണ്. ആ ആത്മീയത അവനവൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ അകത്തു നിന്ന് ആരംഭിക്കാനായിട്ട്, അവിടെയാണ് മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങേണ്ടത്. അവിടെയാണ് ഒരു ചെറു തിരുനാളം ജ്വലിച്ചു തുടങ്ങേണ്ടത്.
അങ്ങനെ ഒരു പരിശ്രമത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് ഇനിയും നമ്മൾ വൈകിക്കൂടാന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തൽ. വഴി വിളക്കുകൾ ഇല്ലാതായി കഴിയുന്നൊരു കാലം. റോൾ മോഡലെന്നൊന്നും പറയാനായിട്ട് അധികം ആളുകൾ നമ്മുടെ പരിസരത്തില്ലാതായി കഴിയുന്നൊരു കാലത്ത് ഒന്ന് ശ്രമിച്ചുകൂടെ? യേശു എന്ന് പറയുന്ന ആ വിളക്കിനെ, വലിയ വെളിച്ചത്തെ, ആ ഒരു സ്നേഹാനുഭവത്തെ കുറേ കൂടി നമ്മളുടെ സ്വകാര്യ ജീവിതത്തിനകത്തേക്ക്, നമ്മളെ നിലപാടുകൾക്കകത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ വിനിമയം നമ്മളെ സഹായിക്കേണ്ടതാണ്. നിറയെ സാധ്യതകളുണ്ട് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ. കുറേ കൂടി സ്നേഹിപ്പാനായിട്ട്, കുറേ കൂടി പൊറുക്കുവാനായിട്ട്, കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ കാര്യങ്ങളെ ഒന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ശലോമോന് ലഭിക്കുന്ന വലിയ വിലപ്പെട്ട 3 ഗിഫ്റ്റുകളെക്കുറിച്ച്, സമ്മാനങ്ങളെക്കുറിച്ച്, ദൈവം കൊടുത്ത വലിയ കൃപകളെക്കുറിച്ച് പരാമർശമുണ്ട്. എന്ത് ഭംഗിയുള്ള 3 കാര്യങ്ങളായിരുന്നു ശലോമോന് ലഭിച്ചത്. ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭ മാസം ആ 3 കാര്യങ്ങളെ നമ്മളൊന്ന് വേഗം ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു ഒന്ന്? അത് ജ്ഞാനമാണ്, വിസ്ഡമാണ്. ഒന്ന്, ഒരു ജ്ഞാനത്തിനു വേണ്ടിയുള്ളൊരു ദാഹമുണ്ടാവണം. അത് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള വിചാരമായി ചെറുതാകരുത് പഠനമെന്ന് പറയുന്നത്. പഠനം ഇക്കാലത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് മാത്രം പോകുന്നു. തൊഴിലെപ്പോഴും ഒരു ശമ്പളവുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് കേൾക്കുമ്പം ആദ്യത്തെ ചോദ്യം ഉള്ളിലും പുറത്തേക്കും വരുന്നത് എന്ത് കിട്ടുമെന്നുള്ളതായിട്ട് മാത്രം മാറുന്നു. അപ്പോൾ ജ്ഞാനം അത് ദൈവവുമായിട്ടും സ്പിരിച്വാലിറ്റി ആയിട്ടും കൂടി ബന്ധപ്പെട്ടതാണ്. ആ ഒരു ജ്ഞാനം ലഭിക്കാനായിട്ട്, അതിനുവേണ്ടി ഒരു വിവേകമുണ്ടാകുവാനായിട്ട് കൂടി ഒരു പ്രാർത്ഥന ആവശ്യമാണ്, പരിശ്രമം ആവശ്യമാണ്, കാത്തിരിപ്പ് ആവശ്യമാണ്. ആ ഒരു ജ്ഞാനത്തിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെയും പ്രപഞ്ചത്തെയും ഒപ്പമുള്ള മനുഷ്യരെയും ഒക്കെ കാണുവാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഇത്രമാത്രം സഹാനുഭൂതിയോടുകൂടി ഒപ്പമുള്ളവരെ കാണുവാനും ചേർത്ത് നിർത്തുവാനും യേശുവിന് സാധിച്ചത് നമുക്ക് പിടുത്തം കിട്ടും. അതുകൊണ്ട് ജ്ഞാനം അത് ശലോമോന് മാത്രം ഞാൻ കൊടുക്കുന്ന വരമാണെന്നല്ല ദൈവം പറഞ്ഞത്. എല്ലാവർക്കും ചില സാധ്യതകളുണ്ട്. ആ താലന്തിനെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുവാനായിട്ട് 5 10 മാറിയതുപോലെ 2 നാണയങ്ങൾ 4 വർദ്ധിച്ചതുപോലെ ലഭിച്ച കൃപകളൊക്കെ നശിച്ചു പോകാതെ അത് തികച്ചും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് വിപുലപ്പെടുത്തുവാനായിട്ട് ഈ ജ്ഞാനം നമ്മളെ ഏറെ സഹായിക്കും. അറിവെന്ന് എല്ലാവരുടെയും കൈവശമുണ്ട്. വെറുതെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൊന്ന് തോണ്ടിയാൽ എന്തുമാത്രം സാധ്യതകളാണ്, എന്തുമാത്രം അറിവുകളിലേക്കാണ് നമ്മൾ വളരെ നിമിഷ നേരം കൊണ്ട് ഓടിയെത്തുക. പക്ഷെ നമുക്കറിയാം ഈ അറിവുകളൊന്നും നമ്മളെ ഇപ്പോൾ അധികം സഹായിക്കാറില്ല. ഗുണപരമായിട്ട് ഈ അറിവുകളൊന്നും നമ്മളെ അത്ര സഹായിക്കാറില്ല, അല്ലേ? ഓരോ ദിവസവും കഴിയും തോറും ജീവിതത്തോട് കുറേ കൂടി ആദരവ്, അവനവനോട് തന്നെ കുറേ കൂടി സ്നേഹം, പ്രപഞ്ചത്തോടൊരു കൃതജ്ഞത, ഇതൊന്നും രൂപപ്പെടുന്നില്ല എങ്കിൽ എന്തായിരുന്നു നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് നേടിയത്? കുറേ കൂടി മടുപ്പ് മാത്രം അനുഭവിക്കുന്ന ആ വെറുതെ വീടുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ഓർമ്മകളുള്ള വിദ്യാർത്ഥികൾ കുറഞ്ഞു വരികയാണ്. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു, വീട് ഗ്ലാസ് മുറി ഒരു തടവറയായിട്ട് മാറുന്നു. അധ്യാപകരും കുഞ്ഞുങ്ങളും അതിലെ അംഗങ്ങളായിട്ട് മാറിപ്പോയി. വീടും അത്തരമായി. വീടുമായി ബന്ധപ്പെട്ടും വലിയ നല്ല വിചാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു ജ്ഞാനത്തിന് വേണ്ടി ശലോമോന് ലഭിച്ച ആ വലിയ ദൈവം കൊടുത്ത 3 സമ്മാനങ്ങളിൽ ആദ്യത്തേതായ ജ്ഞാനത്തിന് വേണ്ടി ഒരു ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവും കാത്തിരിപ്പും ഒക്കെ ആവശ്യമാണ്. അതിനുവേണ്ടി കുറേയധികം പരിശ്രമിക്കേണ്ടി വരും. പിന്നെ ദൈവത്തിൻ്റെ ഒരു സമയത്തിനായിട്ട്, ദൈവം ഇടപെടുവാനായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയുള്ള നിശബ്ദമായ പരിഭവങ്ങളില്ലാത്തൊരു കാത്തിരിപ്പിന് നമ്മളെ പ്രാപ്തരാക്കണം. രണ്ടാമത്തെ ഗിഫ്റ്റ് എന്തായിരുന്നു ശലോമോന് കിട്ടിയത്? ഉൾക്കാഴ്ചയായി, ഇൻസൈറ്റ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ജ്ഞാനത്തിൽ നിന്ന് മാത്രമല്ല എത്താൻ പറ്റുള്ളൂ. കാഴ്ചയുണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർണ്ണമാകുന്നില്ല. ഒരു ഉൾക്കാഴ്ച ആവശ്യമാണ്. കാണേണ്ട കാര്യങ്ങൾ തന്നെയാണോ കണ്ടതെന്ന് തിരിച്ചറിയാനായിട്ട്, വിവേചിക്കുവാനായിട്ട് എന്തുമാത്രം വിവേകമുണ്ട് നമ്മുടെ ഉള്ളിൽ. കാണരുതാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ വേഗം എത്തിപ്പെടുന്നത്,
കാണേണ്ട കാര്യങ്ങളെ ഇതുവരെ കാണാതെ പോകുന്നതിൻ്റെയൊക്കെ അപാകത ഈ ജ്ഞാനത്തിൻ്റെ അപര്യാപ്തതയാണ്. അപ്പം ജ്ഞാനം എത്തിക്കഴിയുമ്പോഴാണ് ആ കാഴ്ചയ്ക്കകത്ത് നമ്മൾക്കൊരു ഉൾക്കാഴ്ച രൂപപ്പെടുത്താൻ പറ്റുക. ആ ഉൾക്കാഴ്ച ജീവിതത്തിൻ്റെ നിലപാടുകളാണ്. ആ നിലപാടിനകത്തൊരു യേശു അവബോധം ഉണ്ടാവണം, ഒരു ക്രൈസ്റ്റ് അവയർനെസ് ഉണ്ടാവണം. അതിൻ്റെ ഒരു ആബ്സെൻസ്, അഭാവം ഇന്ന് ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിൽ വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് മനസ്സിലാവുന്നുണ്ട്. 2 ആത്മജ്ഞാനികളെന്ന് പറയുന്ന ഒരു നല്ല പുസ്തകം അടുത്ത കാലത്ത് അരുൺ ഷൂരി എഴുതിയതാണ്. ഇംഗ്ലീഷിൽ ആ പുസ്തകം വന്നു. അടുത്ത കാലത്ത് മാതൃഭൂമി അത് മലയാളത്തിലേക്ക് മാറ്റി. ഒരു വലിയ ബുക്കാണ് ആത്മജ്ഞാനികൾ, 2 ആത്മജ്ഞാനികളെ. എന്തുമാത്രം ഭംഗിയുള്ളൊരു പുസ്തകം എന്നറിയോ? ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ചും രമണ മഹർഷിയെക്കുറിച്ചുമുള്ള പുസ്തകമാണ്. അപ്പോൾ ആത്മജ്ഞാനത്തിലൂടെ ഓരോരുത്തർക്കും കണ്ടെത്താവുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട്. അതിനകത്തൊരു യേശു അവബോധം ഉണ്ടാവണം. അതാകുന്ന ആ യേശു അവബോധമാകുന്ന ഉറപ്പുള്ള പാറമേലായിരിക്കണം തങ്ങളുടെ സ്വപ്നങ്ങളെയും സ്വപ്ന ഭവനങ്ങളെയും ഒക്കെ നിർമ്മിക്കുവാനായിട്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്ന ഭാഗമുണ്ട്. യേശു പറയുന്നു 2 വിധത്തിൽ ഭവനം പറയാം. ഭവനം എന്ന് പറയുന്നത് താമസിക്കുന്ന ഇടം മാത്രമല്ല, അവനവൻ്റെ സ്വപ്നങ്ങളുടെ കൂടാരമാണത്. അത് 2 വിധത്തിൽ രൂപപ്പെടുത്താവുന്നതാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത്. അത് മണൽപ്പുറത്തുമാവാം, പാറമേലുമാവാം. അപ്പോൾ യേശു അവബോധമാകുന്ന ഉറപ്പുള്ളൊരു പാറമേൽ എൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുക. മറിച്ച് ഇത് മണൽപ്പുറത്താണെങ്കിൽ എല്ലാം രൂപപ്പെട്ട് കഴിയുമ്പോൾ അടിസ്ഥാനമില്ലാത്തതാൽ വലിയൊരു ദുരന്തത്തിലേക്കത് എത്തിച്ചേരും. അതിനൊരു മാറ്റം ഉണ്ടാവണം. ജ്ഞാനത്തെ തുടർന്ന് ഒരു ഉൾക്കാഴ്ചയും ഉണ്ടായി കഴിയുമ്പോൾ 3-ാമത്തെ ശലോമോന് കിട്ടിയ വലിയ നിധി എന്ന് പറയുന്നത്, ദൈവം കൊടുത്ത കൃപയെന്ന് പറയുന്നത് കടൽ തീരം പോലെ ഒരു ഹൃദയമായിരുന്നു. അതിങ്ങനെ വായിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു പോകുന്ന പോലും നല്ലതാണ്. വേദ പുസ്തകത്തിൽ കടൽ തീരം പോലെ ഒരു മനസ്സുകൂടി കിട്ടുവാനായിട്ട് സാധിക്കണ്ടേ? ഇല്ല. ഈ പറയുന്ന മനസ്സിനകത്ത് അവനവൻ്റെ വീടിനെ പോലും ഉൾക്കൊള്ളുത്താൻ പറ്റാത്ത വിധത്തിൽ, മാതാപിതാക്കളെ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അധ്യാപകരെ, ഗുരുക്കന്മാരെ, വൈദികരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ ഇല്ല. അത്രയ്ക്ക് ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഹൃദയത്തിന് കുറേ കൂടി ഒരു വിശാലത ഉണ്ടാകുവാനായിട്ട്, ഈ പ്രപഞ്ചത്തെ കൂടി ഒന്ന് ഉൾക്കൊള്ളുവാൻ പാകത്തിന്, പ്രപഞ്ചത്തിനുണ്ടാകുന്ന ചെറുതും വലുതുമായ കേടുപാടുകളൊക്കെ പിന്നീട് പകർച്ചവ്യാധികളായിട്ട്, അല്ലാത്ത വ്യാധികളായിട്ടൊക്കെ തിരികെ നമുക്ക് നമ്മുടെ ആവാസ ക്രമത്തെ പോലും തകിടം മറയ്ക്കുന്ന വിധത്തിൽ തിരിച്ചടിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാം ഒന്നും കൂടി ഒന്ന് ഭംഗിയായിട്ട് ആരംഭിപ്പാനായിട്ട്, ലഭിച്ച താലന്തുകളെ നശിപ്പിച്ച് കളയാതെ, കുഴിച്ചിട്ട് കളയാതെ, ഉപയോഗശൂന്യമാക്കാതെ, കുറച്ച് കാലമേ ഉള്ളൂ ഓരോരുത്തർക്കും ഇനി ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിൽ ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് പരമാവധി ആത്മാർത്ഥമായി അധ്വാനിച്ച് നമ്മൾ നേട്ടങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു അധ്യയന വർഷം അത് അധ്യാപകരെയും മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒന്നുപോലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിരവധി സാധ്യതകളുണ്ട്. അവനവനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ആക്കിയ ഓരോ മേഖലക്കുള്ളിലും ആ സാധ്യതകൾ നിറഞ്ഞു കിടപ്പുണ്ട്. ഒന്ന് കണ്ടെത്തുവാനായിട്ട് ഇത്തിരി ഒരു സാവകാശത്തിലൊന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും കാത്തിരിപ്പാനായിട്ടുള്ള മടുപ്പുളവാകാത്തൊരു മനസ്സും കൂടി ഒന്ന് കണ്ടെത്തുമ്പം സാധിക്കും. അതിന് ആ ദൈവം തരുന്ന വലിയ കൃപകളാകുന്ന ഈ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെയുള്ള മനസ്സും നമ്മളെ സഹായിക്കും. അതിന് നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് യേശു അവബോധമാണ്. ആ യേശു അവബോധത്തെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ മുഴുവൻ പ്രയാണങ്ങളും ഒരു വിജയത്തിലേക്കുള്ള ആയിരിക്കുകയില്ല. അതെവിടെയോ ഇടിച്ചു തകരുവാനായിട്ട് പോകുന്ന ഒരു യാത്ര കപ്പലായിട്ട് മാറുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. അത്തരമൊരു മാറ്റം നമ്മളെ കുറേ കൂടി പ്രചോദിപ്പിക്കും ഒരു പ്രകാശത്തിലേക്ക് എത്തുവാനായിട്ട്. എന്തൊരു അന്ധകാരത്തിനകത്താണ് വെറുതെ ഒരാഴ്ച പൂർത്തിയാകുമ്പോൾ, വെറുതെ കഴിഞ്ഞ ആഴ്ചത്തെ ദിനപത്രങ്ങളെല്ലാം കൂടെ ചേർത്ത് പിടിച്ചൊന്നും പേജുകളായി ഒന്നും മറിച്ച് കഴിഞ്ഞാൽ ലജ്ജിക്കേണ്ടി വരുന്നില്ലേ? മലയാളി ആയി ജനിച്ചു പോയതോർത്തും മലയാളം നാട്ടിൽ വസിക്കേണ്ടി വരുന്നതിനെ ഓർത്തുമൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന വിധത്തിലേക്ക് ഒരാഴ്ചക്കാലം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ
ഒരു മാറ്റം ഉണ്ടാവണ്ടേ? അത് ആരിൽ നിന്നൊക്കെ ഉണ്ടാകുക, അതിനുവേണ്ടി കാത്തിരിക്കാതെ ഈ ചെറിയവനിൽ നിന്ന് തന്നെ ഉണ്ടാകാനായിട്ട് ഓരോരുത്തരുടെയും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഈ പുതിയ അധ്യയന വർഷം ജൂൺ മാസം അത് മഴയോടുകൂടി കടന്നു വരുന്നു. അതിങ്ങനെ കടന്നു പോകുന്നതിന് മുമ്പ്, ആദ്യ മാസക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ ഈ ചെറിയ ജീവിതത്തിനകത്ത് ഇത്തരം ചില കാര്യങ്ങൾക്ക് പുതിയ ചില സാധ്യതകളുണ്ടെന്നുള്ള തിരിച്ചറിവിൽ തമ്പുരാൻ ഏൽപ്പിച്ച ആ താലന്തുകളെ ഒന്ന് തിരിച്ചറിയുവാനും അതിനെ ഒന്ന് വിപുലപ്പെടുത്തുവാനും ആദരവോടുകൂടി അതിനെ കൃത്യമായിട്ടൊന്ന് ഉപയോഗിക്കുവാനുമായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അധ്യാപകരെ നമിക്കുന്നു, മാതാപിതാക്കളെ സ്നേഹപൂർവ്വം വന്ദിക്കുന്നു. കുഞ്ഞുങ്ങളെ ആവട്ടെ എന്തുമാത്രം വാത്സല്യം കൊണ്ട് ചേർത്ത് നിർത്താനാവുമോ അത്രത്തോളം വാത്സല്യം കൊണ്ട് ചേർത്ത് നിർത്തുന്നു. ഈ 3 കൂട്ടായ്മകളിൽ നിന്ന് ഒരു നല്ല യേശു അവബോധവും അതുമായി ബന്ധപ്പെട്ട പ്രകാശത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ നിറഞ്ഞ ഒരു നവലോകവും രൂപപ്പെടുമാറാകട്ടെ. ആമേൻ.